2009 ഓഗസ്റ്റ് 3 മെക്സിക്കോയിലെ മോണ്ടറി എന്ന നഗരത്തിലെ ഒരു ആഡംബര ഹോട്ടലിന് മുമ്പിൽ 21 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി വളരെ വലിയ ആരോപണങ്ങൾ അലറി വിളിച്ച് പറയുന്ന വീഡിയോ ക്ലിപ്പിന്റെ ഒരു കുഞ്ഞു ഭാഗമാണ് ഇത്. കണ്ടുനിന്നവർ പകർത്തിയ വീഡിയോ റെക്കോർഡിംഗ് ആണ് വൈറലാകുന്നത്. ഒരു ഗ്രൂപ്പ് ഓഫ് പവർഫുള്ളായ ആളുകൾ തന്നെ നിയന്ത്രിക്കുകയാണെന്നും തനിക്ക് സ്വാതന്ത്ര്യം വേണമെന്നും മനുഷ്യക്കടത്തിനെയും കൊലപാതകങ്ങളെയും പറ്റി ഒന്നും ആദ്യം അറിയില്ലായിരുന്നു എന്നും പറഞ്ഞാണ് ഇവർ തുടങ്ങിയത്. ആൾക്കാരുടെ പേരടക്കമാണ് ഇവർ ആരോപണങ്ങൾ ഉന്നയിച്ചത്. പറഞ്ഞ പേരുകളിൽ ഒന്നായിരുന്നു കാർലോസ് സ്ലിം. 2009 മൂന്നാമത്തെയും 2010 തൊട്ട് 13 വരെയുള്ള കാലയളവിൽ ലോകത്തിലെ ഏറ്റവും പണക്കാരനായിരുന്ന വ്യക്തിയായിരുന്നു കാർലോസ് സ്ലിം. ഇവർ പറയുന്ന ആരോപണങ്ങൾ മനുഷ്യക്കടത്ത്, കൊലപാതകങ്ങൾ, രഹസ്യ സ്വഭാവമുള്ള സംഘടനകൾ, ആ സംഘടനകളിലെ കാനബലിസം, ക്ലോണിംഗ്, കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുക. 2008 നടന്ന സെക്രട്ടറി ഓഫ് ഇന്റീരിയർ ഓഫ് മെക്സിക്കോ ആയിരുന്ന ജുവാൻ കമീലോ മൊറിഞ്ഞോയുടെ പ്ലെയിൻ ക്രാഷ് ആസൂത്രിതമാണെന്നും ഇവർ പറഞ്ഞു. ഇവർ ഇതൊക്കെ പറഞ്ഞ് കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം പോലീസുകാർ വന്ന് ഇവരെ ബലം പ്രയോഗിച്ച് കൊണ്ടുപോകുന്നതാണ് അവസാനം കാണുന്നത്. അതിനുശേഷം അടുത്ത ദിവസം തൊട്ട്, അതായത് ഓഗസ്റ്റ് 4, 2009 തൊട്ട് ഈ പെൺകുട്ടിയെ കാണാനില്ല എന്നാണ് പറയപ്പെടുന്നത്. ഈ വീഡിയോ ഇപ്പോൾ വൈറലാകുമ്പോൾ ഇതിലെടുത്ത് പറയുന്നുണ്ട് ഈ കുട്ടി ഒരു മോഡലായിരുന്നു എന്ന്. എന്നാൽ ചുരുക്കം ചില ആർട്ടിക്കിൾസിൽ ഇവരുടെ മോഡലിംഗ് കരിയറിനെ പറ്റി പറയുന്നതല്ലാതെ ഇവരുടെ മാഗസീനിലെ പിക്ചേഴ്സോ റാമ്പ് വാക്കോ ഒന്നും ഇന്റർനെറ്റിൽ എവിടെയും ഇല്ല. അത് തന്നെ സംശയം ജനിപ്പിക്കുന്ന ഒന്നാണ്. Let me know what you guys think.